ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പഴക്കേക്കാണ്. ബനാന കൊണ്ടുള്ളൊരു കേക്കാണ്. അതിനായി ഫസ്റ്റ് നമ്മൾ ഈ നേന്ത്രപ്പഴം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതൊരു പാനിൽ ഇട്ട് നെയ്യ് ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് കുക്കായി വരുമ്പോൾ നമുക്കിങ്ങനെ ഉടച്ചു കൊടുക്കാം. ശേഷം ഇതിലോട്ട് കുറച്ച് തേങ്ങ ചിരകിയത് ഒരു 3 സ്പൂണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക. പിന്നെ കാഷ്യൂ നട്ട്, അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ചെറിയ പീസസ് ആക്കി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇളക്കുക. ഇത് ലൈറ്റ് ബ്രൗൺ ആയി വരുന്നത് നമുക്ക് കാണാം. ഈ പഴം ഇങ്ങനെ വാടി വരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ശേഷം കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. ഷുഗറും നമ്മൾക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഏലക്കായ് പൊടിച്ചത് ചേർക്കാം. ഒരു 2-3 ഏലക്കായ് ചേർക്കാം. പിന്നെ നമ്മൾ മൈദൻ്റെ ബാറ്ററാണ്. മൈദ 1 കപ്പാണെങ്കിൽ കുറച്ച് ബേക്കിംഗ് പൗഡറും ഉപ്പും 1 സ്പൂൺ തൈരും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടൈറ്റ് ബാറ്ററല്ല, കുറച്ച് ലൂസായിട്ട് ബാറ്റർ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്ററിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബനാന മിക്സ് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് നമ്മളൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വെക്കുക. ശേഷം ഒരു അടപ്പ് കൊണ്ട് അടച്ച് വെക്കുക. ഇങ്ങനെ ഗ്ലാസ് അടുപ്പാണെങ്കിൽ നമുക്ക് ഉള്ളിൽ കാണാൻ കഴിയും. അപ്പോൾ ഒരു 10 മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് മറിച്ച് കൊടുക്കാം. ശേഷം മറ്റേ സൈഡും വേവിച്ചെടുക്കാം. ബനാന കേക്ക് റെഡി.